5 കാര്യങ്ങൾക്ക് 5 നാമങ്ങൾ. ശ്രീ മഹാദേവൻ്റെ ശക്തിബീജത്തോടു കൂടിയുള്ള 5 നാമമന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്കേറിയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും മറ്റും സമയം കണ്ടെത്തുക എന്നുള്ളത് ഒട്ടുമിക്കവർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ ടെൻഷനൊക്കെ മാറ്റിവെച്ച് വളരെ കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിക്കുമ്പോൾ ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി ജപിക്കാനുള്ള 5 നാമമന്ത്രങ്ങളാണ് പറയുന്നത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിനായിട്ട് ഈ മന്ത്രങ്ങൾ രാവിലെയോ വൈകുന്നേരമോ 7 ദിവസം 5 പ്രാവശ്യം ഭഗവാന്റെ ഈ നാമമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മന്ത്രങ്ങൾ നാമത്തിൻ്റെ അർത്ഥസഹിതം പറഞ്ഞുതരാം. ശ്രീ പാർവതിയോടൊപ്പമുള്ള ശ്രീ മഹാദേവനെയോ അർദ്ധനാരീശ്വരനെയോ ആണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ധ്യാനിക്കേണ്ടത്. ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ ഓരോ കൂവളത്തില സമർപ്പിക്കുന്നു എന്ന ഭാവനയോടുകൂടി ഈ മന്ത്രം ജപിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ സാധ്യമാക്കി നൽകുന്നതാണ്. മന്ത്രങ്ങൾ ഇവയാണ്. ഓം ഹ്രീം വിഷ്ണുവല്ലഭായ നമഃ. ഓം ഹ്രീം ശിപിവിഷ്ടായ നമഃ. ഓം ഹ്രീം അംബികാനാഥായ നമഃ. ഓം ഹ്രീം ശ്രീകണ്ഠായ നമഃ. ഓം ഹ്രീം ഭക്തവത്സലായ നമഃ. ഓം നമഃ ശിവായ. ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അർത്ഥം കൂടി പറഞ്ഞു തരാം. ഒന്നാമത്തെ നാമമന്ത്രമാണ് വിഷ്ണുവല്ലഭായ നമഃ എന്നുള്ളത്. വിഷ്ണുവിൻ്റെ വരനായിട്ടുള്ളവൻ. അസുരന്മാർ തട്ടിക്കൊണ്ടുപോയ അമൃത് വീണ്ടെടുക്കാൻ വിഷ്ണുദേവൻ മോഹിനിയായിട്ട് മാറി. ആ സുന്ദരീ രൂപം വീണ്ടും കാണാൻ ശ്രീ മഹാദേവന് ആഗ്രഹമുണ്ടായി. ഭഗവാൻ വീണ്ടും മോഹിനിയായി. ഇരുവർക്കും കൂടി ശ്രീ അയ്യപ്പസ്വാമി ജനിച്ചു. അങ്ങനെയാണ് ശിവഭഗവാൻ വിഷ്ണുദേവൻ്റെ വല്ലഭനായത്. അഷ്ടവിദ്യകളായിട്ടുള്ള അണിമാതിസിദ്ധികൾ ഉണ്ടെങ്കിൽ ആണിന് പെണ്ണായി മാറാനാവും. അഷ്ടസിദ്ധികളിൽ ഒന്നായ പ്രാപ്തി എന്ന സിദ്ധി ഉപയോഗിച്ചാണ് ശ്രീ മഹാവിഷ്ണു മോഹിനിയായി മാറിയത്. ശ്രീ മഹാദേവനെ ഉപാസിക്കുന്നവൻ എന്ന നിലയ്ക്കും വിഷ്ണുദേവന് പ്രിയപ്പെട്ടവൻ എന്ന നിലയ്ക്കും സൃഷ്ടികർത്തവ്യത്തിന്, അതായത് നിലനിർത്തുന്നതിന് ശിവഭഗവാൻ സൃഷ്ടിച്ചത് എന്ന അർത്ഥത്തിലും സുദർശനചക്രം നൽകി ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ച നിലയിലും ശ്രീ മഹാവിഷ്ണുവിൻ്റെ വല്ലഭനാണ് മഹാദേവൻ എന്ന് പറയാം. അടുത്ത നാമമന്ത്രമാണ് ശിപിവിഷ്ടായ നമഃ എന്നുള്ളത്. ഓം ഹ്രീം ശിവവിഷ്ടായ നമഃ. ശിപി എന്നാൽ കൃമികീടം മുതൽ ബ്രഹ്മദേവൻ വരെയുള്ള വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ദേവന്മാരും ഉൾപ്പെടുന്നത് എന്നാണ് അർത്ഥം. ജലം, അഗ്നി, വായു, ഭൂമി, ആകാശം എന്നും ശിപി എന്ന വാക്കിന് അർത്ഥം വരുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും പരമാത്മാവായി ജീവൻ അല്ലെങ്കിൽ പ്രാണൻ ആയിട്ട് സ്ഥിതി ചെയ്യുന്നവൻ ശിവിവിഷ്ടൻ. ഒന്നിൽ നിന്ന് അനേകവും അനേകത്തിൽ നിന്ന് കോടാനുകോടികളുമായിട്ട് ബ്രഹ്മാണ്ഡത്തിൽ ഭിന്ന ശരീരങ്ങളിൽ ഭിന്ന ആത്മാക്കളായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏകവും പരമവുമായിട്ടുള്ള ഈശ്വരനെ ശിപിവിഷ്ടൻ എന്ന് പറയുന്നു. ഓം ഹ്രീം ശിപിവിഷ്ടായ നമഃ. അടുത്ത നാമമന്ത്രം അംബികാനാഥൻ എന്നതാണ്. ഓം ഹ്രീം അംബികാനാഥായ നമഃ. പരാശക്തിയായിട്ടുള്ള ശ്രീ പാർവതീദേവിയുടെ പതിയാണ് ശ്രീ മഹാദേവൻ. ഏറ്റവും വലിയ ശക്തി സാംബശിവനാണ്. അംബയോടു കൂടിയ ശിവനെ സാംബശിവൻ എന്ന് പറയുന്നു. ത്രിമൂർത്തികളിൽ ശിവഭഗവാനും ദേവിയുമായിട്ടുള്ള ശിവശക്തി സംയോഗത്തിലാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടി ആരംഭിച്ചത്. ഉമ, കാർത്യായനി, ഗൗരി, മൃഡാനി, കപർദിനി, ചണ്ഡിക, അംബിക തുടങ്ങി ലളിതാ സഹസ്രനാമത്തിൽ ഏറ്റവും കൂടുതൽ നാമങ്ങൾ ശിവശക്തി സ്വരൂപത്തിന് നൽകിയിട്ടുണ്ട്. ഓം ഹ്രീം അംബികാനാഥായ നമഃ. അടുത്ത നാമമന്ത്രം ശ്രീകണ്ഠൻ എന്നതാണ്. ഓം ഹ്രീം ശ്രീകണ്ഠായ നമഃ. ശ്രീ എന്ന വാക്കിന് ഐശ്വര്യം എന്നും വിഷം എന്നും അർത്ഥമുണ്ട്. ഐശ്വര്യമുള്ള കഴുത്തുള്ളവൻ എന്നും കാളകൂടം ഭക്ഷിച്ച് ലോകത്തെ രക്ഷിച്ചിട്ടുള്ളവൻ എന്നുമാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. കാളകൂടത്തിൻ്റെ നീല നിറമുള്ള കഴുത്താണ് ശ്രീ മഹാദേവൻ്റേത്. ശ്രീ എന്ന പദത്തിന് ശോഭ എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് കണ്ഠത്തിൽ ഐശ്വര്യവും വിഷവും വിളങ്ങുന്നവൻ എന്നും അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. ഓം ശ്രീം ശ്രീകണ്ഠായ നമഃ. അടുത്ത
നാമം നോക്കാം. ഓം ഭക്തവത്സലായ നമ. ഭക്തരുടെ നന്മ, ഐശ്വര്യം, ക്ഷേമം ഇത് മാത്രമാണ് മഹേശ്വരൻ്റെ ലക്ഷ്യം. ആപത്ത് വന്ന് ഭവിക്കുന്ന ഭക്തർ മനസ്സിൽ സ്മരിക്കുമ്പോൾ തന്നെ മഹാദേവൻ തൃശൂലവും കയ്യിലേന്തി അവരുടെ രക്ഷയ്ക്കായിട്ട് ഓടിയെത്തുന്നു. ഇതിനുവേണ്ടി മാത്രമാണ് മഹേശ്വരൻ ശിവലിംഗസ്വരൂപനായിട്ട് പ്രപഞ്ചത്തിൽ സ്വയംഭുവായത്. ആരാണോ കളങ്കമില്ലാതെ ഭജിക്കുന്നത്, ഉപാസിക്കുന്നത്, ആ ഭക്തരുടെ ഭക്തനാണ് ഭഗവാൻ. ഭക്തനെ ഒരിക്കലും മഹേശ്വരൻ കൈവിടില്ല എന്നുള്ളതിന് തെളിവാണ് കയ്യിലിരിക്കുന്ന മാൻ. ആ മാൻ ആരാണെന്നറിയാമോ? ഖരൻ എന്ന മഹർഷിയാണ്. ഖരമഹർഷിയാണ് ആ മാൻ. ഭക്തജന വാത്സല്യത്തിൻ്റെ ഒരു അംഗകലയായി അത് മാറുന്നു. ഓം ഹ്രീം ഭക്തവത്സലായ നമോ നമ. ഓം നമ ശിവായ. എല്ലാ മന്ത്രത്തിൻ്റെയും അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വമംഗളങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ലതാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ശ്രീ പാർവതി ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവും. ശിവശക്തി സ്വരൂപനായിട്ടുള്ള അർദ്ധനാരീശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീ പരമേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.